വോൾട്ടറിന്റെ പിള്ളേരെ തൊടാൻ ഒരുത്തനും വളർന്നിട്ടില്ലടാ എന്ന് പറയുമ്പോൾ രണ്ട് കൈയും ഇങ്ങനെ ബാക്കിൽ കെട്ടി തന്നെ മുടി ഇങ്ങനെ കെട്ടിവെക്കുന്ന ഒരു മനുഷ്യനെ കാണാം. ആ മനുഷ്യൻ മെഗാസ്റ്റാർ മമ്മൂട്ടിയാണ്. നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ചത്ത പച്ച എന്ന സിനിമയുടെ ട്രെയിലറിനെ പറ്റിയാണ്. 2 മിനിറ്റ് 5 സെക്കൻഡ് ദൈർഘ്യമുള്ള ട്രെയിലർ വാസ് ഫാന്റാസ്റ്റിക്. എനിക്കിതിൻ്റെ ഒന്നാമത് ഈ സിനിമയുടെ അണിയറ പ്രവർത്തകരെ കാണുമ്പോൾ, അണിയറ പ്രവർത്തകർ ഇൻ ദ സെൻസ് ഓരോ സ്ഥലത്തും ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എടുത്തേക്കുന്ന ടീമുകൾ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. അവരാരാണ്, ഏതൊക്കെ കമ്പനികളാണ് അത് എടുത്തേക്കുന്നതെന്ന് പറയുമ്പോൾ തന്നെ വല്ലാത്തൊരു ഹൈപ്പ് ഉള്ളിൻ്റെ ഉള്ളിൽ കയറുന്നുണ്ട്. സിനിമ റിലീസ് ചെയ്യാൻ പോകുന്നത് 23-ാം തീയതിയാണ്. മാർക്ക് ദ ഡേറ്റ്. എന്തായാലും ആ സിനിമ വരാൻ പോകുന്നതിൽ തന്നെ ഇതിൻ്റെ ട്രെയിലർ അടി മൊത്തം അടി. ആൻഡ് ആസ് എക്സ്പെക്റ്റഡ് ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഒരുപാട് നാളുകളായിട്ടുള്ള എക്സ്പെക്റ്റേഷൻസ് ഉണ്ടായിരുന്നു. ഇപ്പം അർജുൻ അശോകിൻ്റെ ഭാഗത്തു നിന്നായാലും വിശാഖ ആയാലും റോഷൻ മാത്യു ആയാലും എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ട്രെയിലർ കണ്ടിട്ട് ഇമോഷണൽ പാത്തൊക്കെ കൊണ്ടുപോകുന്ന റോഷനാണെന്ന് തോന്നുന്നു. ജസ്റ്റ് ഒരു ഗസ്സാണ്. ഈ സിനിമയ്ക്കകത്ത് ഒരുപാട് പല വുമൻസ് ഉണ്ട്. ആൻഡ് ആ റിങ് കാണുമ്പോൾ, ആ റിങ് എന്ന് പറയുന്നത് നമുക്കൊരു ഇമോഷനാണ്. WWE റിങ് ഇസ് എൻ ഇമോഷൻ. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, അതൊരു അഭിനയമാണ്, നാടകമാണ്, ഇത് സ്ക്രിപ്റ്റഡ് ആണ്, എന്തൊക്കെ പറഞ്ഞാലും ഇറ്റ്സ് ആൻ ഇമോഷൻ. ഒരു പക്ഷേ ക്രിക്കറ്റിനോളം ഭയങ്കര വൈകാരികമായ ഒരു ഇമോഷനാണ് ആ WWE റിങ് നമ്മൾ കാണുമ്പോൾ. എന്താ ഭയങ്കര ഫീലാണ് അത്. എനിക്ക് തോന്നുന്നു ഒരു മലയാള സിനിമയിൽ അത് ഇങ്ങനെ കാണാൻ പറ്റുന്നതിൻ്റെ ഒരു വലിയ സന്തോഷം എനിക്കുണ്ട്. ആ ട്രെയിലറിൽ ഭയങ്കര ഇപ്പോൾ റേ മിസ്റ്റീരിയോയുടെ മൂവ്സ് ഇതിനകത്ത് കാണാനുണ്ട്. ഒന്ന് നിങ്ങൾ പോസ് എടുത്ത പല താരങ്ങളുടെയും മൂവ്സ് ഇതിനകത്ത് കാണാം. ആൻഡ് ഇഫ് ദാറ്റ് ഹാപ്പൻസ് ഉണ്ടല്ലോ, നമുക്ക് എല്ലാവരുടെയും ഇഷ്ടപ്പെട്ട WWE താരങ്ങളുടെയൊക്കെ മൂവ്സ് ഇവർ റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ ഇറ്റ് വിൽ ബി ആൻ ഇമോഷണൽ ഗൂസ് ബംസ് റൈഡ്. എനിക്കിപ്പോൾ റേ മിസ്റ്റീരിയോ കാണുമ്പോഴോ അല്ലെങ്കിൽ സീനയുടെ വിരമിക്കലൊക്കെ കണ്ട് ഭയങ്കരമായി വിഷമിച്ചു പോയൊരു വ്യക്തിയും കൂടിയാണ്. റാൻഡി ഓർട്ടനെ കാണുമ്പോഴോ, CM പങ്കിനെ കാണുമ്പോഴോ, റോമൻ റെയിൻസിനെ കാണുമ്പോഴോ, ബിഗ് ഷോ, ബാറ്റിസ്റ്റ, മാർക്ക് ഹെൻറി, CM പങ്ക് അല്ലെങ്കിൽ കെയ്ൻ, അണ്ടർടേക്കർ, യു നെയിം ഇറ്റ്, എനി പേഴ്സൺ, എല്ലാവരും നമുക്ക് ഇമോഷണലാണ്. അവരുടെ BGMs ഇമോഷണലാണ്. ഇപ്പോൾ ഈ ട്രെയിലറിൽ തന്നെ പറയുന്നൊരു കാര്യമുണ്ട്, ഒരു അമേരിക്കൻ ഐറ്റമാണ് നമുക്ക് നമ്മുടെ നാട്ടിൽ കൊണ്ടുവരണോ എന്നൊരു ചോദ്യം ചോദിക്കുന്നത്. അപ്പോൾ കൊണ്ടുവരുമ്പോൾ സിദ്ദിഖ് പറയുന്നൊരു കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾ പറയുന്നത്. അങ്ങനെ മനസ്സിലാവാത്ത ഒരു കൂട്ടം ആളുകളുണ്ട് ഇവിടെ. ഞാൻ പറയുന്നത് ഓഡിയൻസ് പെർസ്പെക്റ്റീവിൽ നമുക്ക് സിദ്ദിഖിനെ ക്യാരക്ടറായിട്ട് കൂട്ടാം. പക്ഷെ സിദ്ദിഖിനെ കണ്ടിട്ട് പറയാം ഇത് കൊള്ളാലോ ഈ സാധനം എന്ന് പറയുന്നൊരു സാധനം കൂടിയുണ്ട്. ഇത് കണ്ടതിന് ശേഷം WWE ലോകത്തേക്ക് എത്താൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട്. WWE എന്താണോ അല്ലെങ്കിൽ ഇത് നാടകമാണ്, സ്ക്രിപ്റ്റാണെന്ന് പറഞ്ഞ് ഇത് കാണാൻ പോലും കൂട്ടാക്കാത്ത ഒരുപാട് പേരുണ്ട്. പക്ഷെ ഇത് കണ്ടവർക്കുണ്ടല്ലോ ഇത് വലിയൊരു വികാരമാണ്. കാണാത്തവർക്ക് ഈ ലോകത്തിനോട് താല്പര്യമില്ല. ഓഡിയൻസിനെ നമുക്ക് അങ്ങനെ കൂട്ടാം. ചത്താ പച്ച ചിലപ്പോൾ ഇത് വലിയ വിജയമാകുമോ, ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു ഇത് വലിയ വിജയമാകണമെന്ന്, ഇഫ് ഇറ്റ് വർക്ക്സ് ഔട്ട് വെൽ. പക്ഷേ ഇത് ഈ WWE ലോകം അറിഞ്ഞുകൂടാത്തവർക്ക് ഈ സിനിമ കണക്റ്റ് ആവുമോ എന്നുള്ള ഡൗട്ടുണ്ട്. പക്ഷേ അത് എല്ലാതരം ഓഡിയൻസിനെയും കേറ്റർ ചെയ്യുന്ന രീതിയിലേക്ക് ഈ സിനിമ മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. ബട്ട് സ്റ്റിൽ കമ്മിങ് ടു ദ പോയിന്റ്, ഇതിനകത്ത് ഇവർ ഈ പറയുന്നൊരു കാര്യമുണ്ട്, ഇതൊരു അമേരിക്കൻ ഐറ്റമാണെന്ന് അർജുൻ അശോകൻ പറയുന്നൊരു സാധനമുണ്ട്. അതിനുശേഷം ഇതിനകത്ത് കുറേ ഉണ്ട്, കോസ്റ്റ്യൂംസ് ഉണ്ട്, കൂട്ടത്തിൽ പാട്ടുണ്ട്, BGMs. ഞാൻ പറയുന്നത് ഇതിനകത്ത് ഇവർ ഈ താരങ്ങളുടെ അല്ലെങ്കിൽ ഇവരൊക്കെ യൂസ് ചെയ്ത പാട്ടുകളൊക്കെ കൊണ്ടുവരുമെന്നൊന്നും എനിക്കറിയുന്നുകൂടാ. ബട്ട് ഇഫ് ഇറ്റ് ഹാപ്പൻസ് ഭയങ്കര മൊമെൻ്റ് ആയിരിക്കും. കാരണം സീനയൊക്കെ ഇപ്പോൾ വിരമിച്ച് നിൽക്കുന്ന സമയത്തേക്ക് ഒരു WWE പടം വരാൻ പോകുക എന്നൊക്കെ പറയുമ്പോഴേക്കും അത് ഭയങ്കര ഇമോഷണൽ സാധനമാണ്. ആൻഡ് എനിക്കറിയില്ല ഇതിപ്പോൾ അവരെത്രമാത്രം അതുപോലത്തെ താരങ്ങളേക്ക് റെഫറൻസുകൾ കൊണ്ടുവരുമെന്നൊന്നും അറിയത്തില്ല. കൊണ്ടുവന്ന അടിപൊളിയായിരിക്കും. കൊണ്ടുവരണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. അങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ മമ്മൂക്ക് ഇതിൽ ക്യാമിയോ വേഷത്തിലെത്തുമെന്നുള്ള റൂമേഴ്സ് കാര്യങ്ങളൊക്കെ ആദ്യം മുതൽ തന്നെ എത്തിയിരുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ആദ്യം മുതൽ എത്തുമ്പോഴേക്കുമാണ് ഇപ്പോൾ ഒരൊറ്റ ബാക്ക് ഷോട്ട് അതിൽ നിന്നുകൊണ്ട് വോൾട്ടർ ആരാണ് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ആൻഡ് ഇതിൻ്റെ സ്റ്റണ്ട് സീക്വൻസ് ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇവരുടെ രക്തവും വേർപ്പും ഇതിനകത്ത് ഒഴുക്കിയിട്ടിട്ടുണ്ടെന്നുള്ളതാണ് വ്യക്തമാണ്. അതിനകത്ത് എന്തോരം മൂവ്സ്, എന്തോരം ആക്ഷൻസ്, എന്തോരം അവരെ മറന്നുകൊണ്ട് അവർ കളിക്കുന്നത് പോലെ തോന്നിയിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് വെരി റിസ്കി. ഇപ്പോൾ WWE കാണുമ്പോൾ തന്നെ ഡോണ്ട് ട്രൈ ദിസ് അറ്റ് ഹോം, സ്കൂൾ ഓർ എനിവെയർ എന്ന് താരങ്ങൾ തന്നെ വന്ന് സ്ക്രീനിൽ പറയുന്നതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ആൻഡ് അതവർ റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഐ ഹോപ്പ് ഇറ്റ് വർക്ക്സ് ഔട്ട് വെൽ. ചത്താ പച്ച ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് ഫിലിംസ് ഇൻ ദിസ് മന്ത് ഫോർ മീ. അത് അങ്ങനത്തെ രീതിയിൽ തന്നെ വർക്കാവുമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. ട്രെയിലർ സീം സോ പ്രോമിസിങ്, ഭയങ്കര രസമുണ്ട്. ആൻഡ് ഇത് വെറും ഒരു അടിപ്പടം മാത്രമല്ല, അതൊരു ഇമോഷണൽ ട്രാക്കിലൂടെ ഈ സിനിമ സഞ്ചരിക്കുന്നതായിട്ടുള്ള കുറേ മൊമെൻറ്റ്സ് ഒരു ട്രെയിലർ തരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് സ്റ്റിയർ ചെയ്യുന്നത് റോഷൻ മാത്യു ആണെന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. കാരണം ഇഫ് റോഷൻ ഡസ് ദാറ്റ് ഭയങ്കര രസമാണ്. ഇപ്പോൾ റോന്തൊക്കെ റോഷൻ ഇമോഷൻ കൈകാര്യം ചെയ്യുന്ന രീതി, അല്ലെങ്കിൽ മൂത്തോനായിക്കോട്ടെ, റോഷൻ ഹാസ് ദറ്റ് കേപ്പബിലിറ്റി. ഇത്തിരി നേരം ആയിക്കോട്ടെ റോഷൻ ആ ഒരു ഇമോഷണൽ ട്രാക്ക് കൊണ്ടുപോകുന്നത് ഭയങ്കര രസമാണ്. അത് റോഷൻ്റെ കയ്യിൽ അടിപൊളിയായിട്ട് വന്നാൽ പൊളിക്കും. അതൊരു ഒന്നൊന്നര അടിയായിരിക്കും. ഇപ്പോൾ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ബെൽറ്റൊക്കെ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന രോമാഞ്ചമാണല്ലോ. ഐ തിങ്ക് ഇത് നമുക്കൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്നൊരു സിനിമയായിട്ട് വന്നു കഴിഞ്ഞാൽ ഇറ്റ്സ് ഗോണ ഫ്ലൈ ഹൈ. അത് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത് പോലെയുള്ള മൊമെൻറ്റ്സുകൾ ഈ സിനിമയ്ക്കകത്ത് അവർ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും, പൊളിയും.
എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് അതങ്ങനത്തെ രീതിയിൽ വരണമെന്ന്. ഈ ട്രെയിലർ എനിക്ക് തന്നിരിക്കുന്ന ഹൈ ചെറുതൊന്നുമല്ല, നിങ്ങൾക്ക് ഇപ്പോൾ പറയുമ്പോൾ തന്നെ മനസ്സിലാവും. ഭയങ്കരമായ ഹൈ ഈ ട്രെയിലർ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് വട്ടം റിപ്പീറ്റ് വാച്ച് ചെയ്തതിൻ്റെ ട്രെയിലർ. അങ്ങനെ സാധാരണ ട്രെയിലേഴ്സിന് റിപ്പീറ്റ് വാച്ചൊന്നും ചെയ്യാറില്ല, സാധാരണ ഡീകോഡ് ചെയ്യുമ്പോഴായിരിക്കും അങ്ങനെയൊക്കെ ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ ഡീകോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നതല്ല, ഇതിൻ്റെ ഒരു എക്സ്പെക്റ്റേഷനോ അല്ലെങ്കിൽ ഒരു സന്തോഷം ഇതൊക്കെ പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്നതാണ്. ഡീകോഡിങ് പരിപാടിയൊന്നുമല്ല. ബട്ട് ആസ് ഇറ്റ് സെഡ്, ഇങ്ങനെ ആണ് ഇതിൻ്റെ പോക്കെങ്കിൽ നല്ല രസമായിരിക്കും എന്നുള്ളത്. പിന്നെ മമ്മൂക്ക ചെയ്യുന്ന കഥാപാത്രം എനിക്ക് തോന്നുന്നൊരു എക്സ്റ്റെൻഡഡ് ക്യാമിയോ അങ്ങനെയൊന്നും അല്ല, എന്താണെന്ന് അറിയില്ല എന്നുള്ളത്. വോൾട്ടർ പറഞ്ഞ ഐഡിയ ആണെന്ന് പറയുന്നുണ്ട്. ഇത് വോൾട്ടർ പറഞ്ഞ ഐഡിയ നമുക്ക് ഇവിടെ ചെയ്തു നോക്കിയല്ലോ. അപ്പോൾ ഈ വോൾട്ടറാണ് ഇതിലേക്ക് ഇവിടെ പിച്ച് ചെയ്യുന്നത്. വോൾട്ടറിൻ്റെ പിള്ളേരുമാണ് ഇവർ. അപ്പം എന്താണ് വോൾട്ടർ ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു ആകാംക്ഷ ഉണ്ട്. മമ്മൂക്കയെ സ്ക്രീനിൽ കാണാൻ സാധിക്കുക. അപ്പോൾ ആഫ്റ്റർ കളങ്കാവൽ ഒരു വലിയ വിജയം, അതിനുശേഷം മമ്മൂക്കയുടെ ഒരു ക്യാമിയോ വേഷം അതെങ്ങനെയായിരിക്കും, മമ്മൂക്കയുടെ ക്യാമിയോ വേഷം മമ്മൂക്കയെ ക്യാമിയോയിൽ എങ്ങനെ പ്രസൻറ്റ് ചെയ്യണമെന്ന് എനിക്കറിയാൻ നല്ല ആഗ്രഹമുണ്ട്. നമ്മൾ നായകനാകുന്നത് പോലെയല്ലല്ലോ, നമ്മൾ ക്യാമിയോ എന്ന് പറയുമ്പോൾ കുറച്ച് സമയമായിരിക്കും. ആ ക്യാമിയോയിൽ എങ്ങനെ മമ്മൂക്കയെ കൊണ്ടുവരും ഭയങ്കരമായ ആഗ്രഹമുണ്ട്. ഇപ്പം ലാലേട്ടൻ്റെ ലേറ്റസ്റ്റ് റിലീസായിട്ടുള്ള ക്യാമിയോസ് നമ്മൾ ഒരുപാട്, ഇപ്പോൾ ജയിലർ ആയാലും ബബ്ബ ആയാലും ഇപ്പം കണ്ണപ്പ ആയാലും ഇതൊക്കെ ക്യാമിയോ വേഷത്തിൽ വന്ന ലാലേട്ടനാണ്. മമ്മൂക്ക ഇൻ ക്യാമിയോ റോൾ അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. വന്നിട്ടുണ്ട് ഇല്ലെന്നല്ല, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അങ്ങനെ ഒരു സാധനം വന്നാൽ എങ്ങനെ ഉണ്ടായിരിക്കും എന്നത് കൂടി അറിയാനുണ്ട്. അതെങ്ങനെയാണ് എൻ്റെ ടീം വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നതെന്നും അറിയാൻ കൊള്ളാറുണ്ട്. സോ ഫിംഗേഴ്സ് ക്രോസ് ഫോർ ചത്താ പച്ച, അത് എങ്ങനെയായിരിക്കും, അത് വർക്കൗട്ട് ആകും എന്ന് തന്നെ വിശ്വസിക്കുന്നു. ട്രെയിലർ സീംസ് ഓഫ് പ്രോമിസിങ്. ട്രെയിലർ കാണാത്തവരാണെങ്കിൽ യൂട്യൂബിലുണ്ട്, ട്രെയിലർ പോയി കാണുക. നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്നുള്ളതും കൂടി പറയുക.